നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനെന്തോ മാനം കെട്ട കാര്യം ചെയ്തെന്ന ധ്വനിയിലാണല്ലോ നിന്റെ ഈ സംസാരം മൊത്തം. ദേ, പിസ്റ്റൾ ഇപ്പോഴും എന്റെ ഡ്രോയിലെ ഭദ്രമായി ഇരിപ്പുണ്ട്. ചൂണ്ടേണ്ട തല ആരുടേതാണെന്ന് നിന്റെ സംസാരത്തിന് ശേഷം ഞാൻ തീരുമാനിക്കാം. ശരി, എന്നാ പറഞ്ഞേക്കാം. പ്രീതിയെ DNA ടെസ്റ്റിന് കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ സത്യഭാമയ്ക്ക്? DNA ടെസ്റ്റോ? എന്താ സത്യഭാമേ, ഇക്കാര്യം ആദ്യമായിട്ട് അറിയുന്ന പോലെ? അന്ന് നീ ഉണ്ടായിരുന്നല്ലോ ഹോസ്പിറ്റലില്. കണ്ടോ ആന്റി, അന്നേ ഞാൻ പറഞ്ഞതല്ലേ പ്രീതിയെ ശാലിനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് DNA ടെസ്റ്റിനാണെന്ന്. നോർമൽ ചെക്കപ്പിനാ കൊണ്ടുപോയതെന്ന് ആന്റിയെ തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു. ചതിച്ചത് ഈ ശാലിനി ആന്റി. എന്താ ശാലിനി ഇതിനിടയിൽ ഒരു കള്ളക്കളി? പ്രീതിക്ക് DNA ടെസ്റ്റ് നടത്തുമെന്ന ഉപാധിയിലല്ലേ അവളെ ഞാൻ വീട്ടിൽ കയറ്റാൻ തയ്യാറായത്? ആ ഉപാധിയുടെ കാര്യവും ടെസ്റ്റ് നടത്തിയ കാര്യമൊന്നും ഇവിടെ ആരും അറിഞ്ഞിട്ടില്ലേ? ശാലിനി, അമ്മ അതെന്താന്ന് വെച്ചാലേ ഞാൻ മിണ്ടരുത് നീ. പ്രീതിക്ക് DNA ടെസ്റ്റ് നടത്തിയെന്നുള്ളത് സത്യമാണോ? എടി, സത്യമാണോന്ന്? നിങ്ങൾ എന്തായി കാട്ടിയത്? അമ്മ, ദയവേത് അമ്മ ഇതിൽ ഇടപെടരുത്. മോള് ശാരദാമ്മേ, നിങ്ങളുടെ മകളെ കാണിച്ച അതിബുദ്ധിക്കുള്ള സമ്മാനം ഇപ്പൊ കൊടുത്തത്. സത്യഭാമയുടെയും കുടുംബത്തിന്റെയും മാനം മറ്റുള്ളവർക്ക് മുന്നിൽ വലിച്ചു കയറിയതിന്. നിങ്ങളുടെ കുടുംബത്തിന്റെ മാനം നിങ്ങൾക്ക് പ്രധാനമാണല്ലേ? എന്റെ കുടുംബത്തിന്റെ മാനം പോകാതിരിക്കാനാ ഞാൻ എന്റെ മകനെയും കൊണ്ട് പോകുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല നീ എന്തേ ഈ പറയുന്നതെന്ന്. ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? നിങ്ങളുടെ മകളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എന്റെ മകന്റെ അല്ല. ഈ റിപ്പോർട്ടിൽ എന്തോ കൃത്രിമം നടന്നിട്ടുണ്ട്. റിപ്പോർട്ടില് കൃത്രിമമോ? എനിക്ക് 1 മണിക്കൂർ എനിക്ക് താ ആന്റി, അത് ഞാൻ തെളിയിച്ചു തരാം. 1 മണിക്കൂറല്ല, 1 സെക്കൻഡ് പോലും കൊടുക്കല്ലേ. നിന്നെ കൊണ്ട് എന്ത് തെളിയിക്കാൻ പറ്റുന്ന? ബസ്മതി, എനിക്കിതില് അഭിപ്രായം പറയാൻ അവകാശമുണ്ടോന്ന് അറിയില്ല. എങ്കിലും ഒരു കാഴ്ചക്കാരി എന്നുള്ള നിലയിൽ പറയാ, ഷഹലിനിക്ക് അല്പം സമയം കൊടുക്ക. ഇനിയിപ്പം റിപ്പോർട്ടില് കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിലോ? എന്തിനും ഒരു പുനരാലോചന വേണ്ടേ? ഓഹ്, ഈ തള്ള. ബസ്മതി, പിരിക്കാൻ എളുപ്പ, ഒരിക്കൽ പിരിഞ്ഞ പിന്നെ കൂടിച്ചേരാൻ വിഷമമാ. ഒരു തുണയില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാ ഞാനും ബസുമതിയും. അതേ വിധി തന്നെ ബസുമതിയുടെ മകനുണ്ടായാൽ അന്നൊരു പുനരാലോചന നടത്താമായിരുന്നു എന്ന് പിന്നീട് പശ്ചാത്തപിക്കാൻ ഇടവരരുത്. സമയം കൊടുക്കല്ലേ ആന്റി. ശരി, ശാരദാമ്മ പറഞ്ഞതുകൊണ്ട്
അതുകൊണ്ട് മാത്രം നിനക്ക് ഞാൻ സമയം തരാം. ഒരു മണിക്കൂർ, ഒരേ ഒരു മണിക്കൂർ. അതിലൊരു സെക്കൻഡ് കഴിഞ്ഞാൽ ഞാൻ അർജുനെ കൊണ്ട് പോവും. പ്രീതിയെ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും കാണേണ്ടി വരില്ല അവന്. ശരി, സമ്മതിച്ചു ആന്റി. പ്രീതി, വിഷമിക്കണ്ട, പരിഹാരം ഞാൻ ഉണ്ടാക്കാം. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. പറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ വന്നിരിക്കും. ശാലിനി, ശാലിനി. വിഷ്ണു, അവൾ ഉണ്ടാക്കിയ പ്രശ്നം അവള് തന്നെ പരിഹരിക്കട്ടെ. അവൾ എങ്ങോട്ടാവും പോയത്? ഹോസ്പിറ്റലിലേക്ക് തന്നെയാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.